ഹായ് ഹലോ, ഈസി ആയിട്ട് ഇതുപോലൊരു ക്രോഷേ ബുക്ക് മാർക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു നോർമൽ ക്രോഷേതിൻ്റെ ത്രെഡും പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള 2.5 mm ഹുക്കുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിട്ട് അതിന് നമുക്കൊരു മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നമുക്കൊരു 3 ചെയിൻ ഇട്ട്, ഞാനിവിടെ ഫ്ലവറാണ് ആദ്യം ചെയ്യുന്നത്, ഒരു 4 പെറ്റൽ ഫ്ലവറാണ് ചെയ്യുന്നത്. 3 ചെയിൻ ഇട്ട് പിന്നെ നമുക്കൊരു 3 ഡബിൾ ക്രോഷേ ആ റിങ്ങിലോട്ട് അങ്ങനെ 3 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ഒരു 3 ചെയിനും കൂടി അതിൽ ചെയ്യേണ്ട. പിന്നെ നമുക്ക് ആ റിങ്ങിലോട്ടൊരു 6 സ്റ്റിച്ച് ഇട്ടിട്ട് ഫസ്റ്റ് പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 4 പെറ്റലും ഇതേ ഒരു പാറ്റേണിൽ ചെയ്യണം. വീഡിയോയിൽ ഞാൻ പറയുന്ന പാറ്റേണിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പാറ്റേൺ റൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ അറിയാണ്ട് 3ക്ക് പകരം 2 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. അത് നമ്മുടെ 4 പെറ്റലിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പെറ്റലിൻ്റെ ഫസ്റ്റ് ചെയിനിലോട്ട് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ആ വർക്ക് അങ്ങ് ഫിനിഷ് ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്കിനി ചെയിനുകൾ ചെയ്തെടുക്കണം. നമുക്ക് വേണ്ടത് ഒരു 30 ചെയിനാണ് വേണ്ടത്. ഞാനൊരു 30 ചെയിന് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ ഒരു ഏകദേശം ലെങ്ത്ത് എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ച് ചെയിൻ ചെയ്തെടുക്കാം. ഏകദേശം 30 ചെയിൻ ആയാൽ പിന്നെ ഞാനിവിടെ അതിൻ്റെ ഫിംഗർ വെച്ചിട്ടുണ്ട് ഒരു മാർക്കിന് വേണ്ടിയിട്ട്. അവിടെ നമ്മളൊരു 3 ചെയിനും കൂടി എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. 1 2 3 ആ ഒരു പോർഷനിൽ നമ്മൾ ആ ചെയ്ത ഫസ്റ്റത്തെ ആ മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തതിൽ ഫസ്റ്റത്തെ ആ ഒരു ലൂപ്പിലേക്ക് നമ്മളൊരു 5 or 6 ഡബിൾ ക്രോഷേ ചെയ്യാണ്. ഏകദേശം ഒരു ലീഫിൻ്റെ മോഡൽ, ഒരു ടെയിലിൻ്റെ അങ്ങനെ ഒരു രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിനൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ആ വർക്കൗട്ട് ഫിനിഷ് ചെയ്ത് ഫസ്റ്റ് ഓഫ് ചെയ്യാണ്. നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാം. നമ്മുടെ ഈസി ആയിട്ടുള്ള ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. എക്സസ് ആയിട്ടുള്ള ത്രെഡെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കി നമ്മുടെ ഫൈനൽ ലുക്ക് ചെയ്താണ്.